നമസ്കാരം. ഇന്ന് ജനുവരി 10-ാം തീയതിയാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് സ്പെഷ്യൽ ആണെന്ന് കൂടിയിട്ട് ഇന്നൊരു വെരി വെരി സ്പെഷ്യൽ ഡേ. ജീവിക്കാൻ വകയില്ലാതെ, കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ എന്തെങ്കിലും ഒരു ജോലി ലഭിക്കണമെന്ന് ആഗ്രഹിച്ച സമയത്ത് തിരുവനന്തപുരം ആകാശവാണിയിലേക്ക് ഒരു ലെറ്റർ അയക്കുകയുണ്ടായി. ആ ലെറ്ററിന് മറുപടി വന്നില്ല. വീണ്ടും വീണ്ടും ലെറ്റർ അയച്ചുകൊണ്ടിരുന്നു. ഒരു തവണ ആ ലെറ്ററിന് മറുപടി വന്നു. ആകാശവാണിയുടെ ഓഡിഷൻ ടെസ്റ്റിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു അത്. വണ്ടി കയറാൻ, ട്രെയിൻ കയറാൻ കയ്യിൽ കാശില്ല. ആരോടൊക്കെയോ കടം വാങ്ങിയ കാശുമായി അയാൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. ആകാശവാണിയുടെ ഓഡിഷൻ ടെസ്റ്റിൽ പങ്കെടുത്തു. അവിടെ ഇരുന്ന വാമനന്മാർ പറഞ്ഞു, നിങ്ങളുടെ ശബ്ദത്തിന് ഗാംഭീര്യമില്ല, നിങ്ങളുടെ ശബ്ദത്തിന് മാധുര്യമില്ല, കേൾക്കുന്ന ആളുകൾക്ക് ഇമ്പം തോന്നില്ല. ആ ഒരു വ്യക്തിയെ തിരിച്ചയച്ചു. സംഗീത നാടക അക്കാദമിയുടെ അവിടേക്ക് ഒരു അപേക്ഷ നൽകി. സ്കോളർഷിപ്പ് ലഭിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കാമായിരുന്നു. മറുപടി വന്നു, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരാൻ ഇവിടെ ഒരു മാർഗവുമില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല, അതുകൊണ്ട് ഇവിടെ സ്കോളർഷിപ്പ് ഒന്നും കിട്ടുന്നതല്ല എന്ന് പറഞ്ഞ് വീണ്ടും മറ്റൊരു വാതിലും അടയ്ക്കപ്പെട്ടു. 6 വർഷം കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് 2 കത്ത് വന്നു. അതിലൊരു കത്ത് ഇന്ത്യൻ എയർലൈൻസിന്റെ കത്തായിരുന്നു. അതിലെഴുതി, സർ, ഈ വർഷം ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയത് അങ്ങാണ്, അങ്ങയ്ക്കാണ് ഞങ്ങളുടെ ഈ വർഷത്തെ പുരസ്കാരം. 2ാമത്തെ കത്ത് സംഗീത നാടക അക്കാദമിയുടെ കത്തായിരുന്നു. അതിലെഴുതിയിരിക്കുന്നത്, സർ, ഞങ്ങളുടെ ചെയർമാനായി സേവനമനുഷ്ഠിക്കാനുള്ള സന്മനസ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ 2ാമത്തെ കത്ത്. ആകാശവാണിയിലെ വാമനന്മാർ പടിയടച്ച് പിണ്ടം വെച്ച, നിങ്ങളുടെ ശബ്ദത്തിന് ഗാംഭീര്യമില്ല, മാധുര്യമില്ല, സോഫ്റ്റ്നെസ് ഇല്ല, കേൾക്കുന്നവർക്ക് ഇമ്പം തോന്നില്ല എന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ച ആ ഒരു വ്യക്തിയുടെ, ആ ഒരു മനുഷ്യന്റെ ശബ്ദം കേട്ടാണ് നിങ്ങളും ഞാനും ഈ ലോകത്ത് പറയപ്പെടുന്ന ദൈവങ്ങൾ പോലും ഉറങ്ങുന്നതും ഉണരുന്നതും. ആ ഒരു ശബ്ദത്തിന്റെ ഉടമയുടെ പേരാണ് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഡോക്ടർ KJ യേശുദാസ്. നമ്മുടെ എല്ലാം ഗാനഗന്ധർവൻ ദാസേട്ടന് ഇന്ന് 84-ാം പിറന്നാൾ. സംഗമം സംഗമം എൻ മാനസം എന്നും നിന്റെ ആലയം. രാമഗോപിക്ക് ഈ മിഴി പൂക്കളിന്നെന്തേ മാനത്തിൻ മുറ്റത്ത് കൊട്ടാരക്കെട്ടിൽ വാഴും നമ്മൾ. അമ്മാനക്കടവത്തെ വന്ന് എന്നെ തൊടും, സത്തം നിന്റെ മുത്തം ഇടും. ഉന്മാദം കരളിനൊരുന്മാദം, കനവുകളിൽ ഗൗരിയാറൂപാനീനമ്മ, തൗരിനാ ദീപാനീനമ്മ. അമ്മ മഴക്കാ കരയാനും പറയാനും ജബ് ദീപ് ജലേ ആനാ അടക്കും നാഥ സർവം. ചന്ദന ചർച്ചിത നീലകളേ നായിലേ കല്യാണ നാളേ കൽഭരണീരേ വെള്ളം മുന്തിരി നീരായി. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ഹാപ്പി ബർത്ത്ഡേ ദാസേട്ടാ.